മഹാമാഘ മഹോത്സവത്തിൻ്റെ സംഘാടക സമിതിയുടെ മുഖ്യ രക്ഷാധികാരിയായി മാതാ അമൃതാനന്ദമയി അമ്മയും ആചാര്യ അവദേശാനന്ദഗിരി മഹാരാജ് അവർകളുമാണ് പ്രധാനമായിട്ടുള്ളത്. കൂടാതെ കേരളത്തിലെ ദേവസ്വം മന്ത്രിയും എല്ലാ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റുമാരും അടങ്ങുന്ന ഒരു വലിയ സംഘാടക സമിതിയാണ് ഇത് നടത്തിക്കൊണ്ടു പോകുന്നത്. ഈ വർഷത്തെ ചടങ്ങിൻ്റെ പ്രത്യേകത ജനുവരി 16-ാം തീയതി തുടങ്ങി വരുന്ന ഫെബ്രുവരി 3 വരെയാണ് ഈ മാഘ മഹോത്സവം നടത്തപ്പെടുന്നത്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ അല്ലെങ്കിൽ ഭാരത ചരിത്രത്തിൽ ഭാരതപ്പുഴ എന്ന ഒരു പുഴ ഈ ഒരു പുഴയ്ക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. നീളാനദി എന്ന ഈ പുഴയ്ക്ക് അവകാശപ്പെട്ടതാണ് ഭാരതപ്പുഴ. തീർച്ചയായിട്ടും ഈ നദീ തീരത്ത് ഈ വരുന്ന ദിവസങ്ങളിലായി ഓരോ ചടങ്ങുകൾ കേരളത്തിലെ എല്ലാ പരമ്പരകളെയും സംഘടിപ്പിച്ചുകൊണ്ട് ഈ നീളാ തീരത്ത് ആരാധിക്കുന്നു അല്ലെങ്കിൽ നടത്തിപ്പോരുന്നു. ഇതിൻ്റെ ഭാഗമായി ദിവസവും നിള ആരതിയും കാശിയിൽ കാണുന്ന തരത്തിലുള്ള നിള ആരതിയും കൂടാതെ എല്ലാ വിഭാഗക്കാരുടെ ഓരോ പൂജാ സമ്പ്രദായങ്ങളും ഇതിൽ നമുക്ക് ദർശിക്കാൻ സാധിക്കും. കൂടാതെ ശക്തിക്ക് കേന്ദ്രമായി എന്ന് നമ്മൾ വിശേഷിപ്പിക്കാവുന്ന ഈ ത്രിമൂർത്തി സംഗമ സ്ഥാനത്തെ മധ്യബിന്ദുവിൽ ശക്തി എന്ന് വിശേഷിപ്പിക്കാവുന്ന ആ ഒരു പുഴയിൽ സ്നാനം ചെയ്യുകയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനമായ ഘടകം. കൂടാതെ ആ പുഴയെ ദിവസവും പഞ്ചഭൂതാത്മകമായ ആ ശക്തി എന്ന് വിശേഷിപ്പിക്കാവുന്ന ആ പുഴയുടെ ജലത്തിനെ ആരാധിക്കുക എന്ന ചടങ്ങാണ് ഇതിന് ഏറ്റവും പ്രധാനം. ഈ ഓരോ ദിവസങ്ങളിലും കേരളത്തിലെ എന്നല്ല ഭാരതത്തിലെ ഓരോ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ഭക്തജനങ്ങൾ പങ്കെടുത്ത് അവിടെ നാമജപങ്ങളും മെഡിറ്റേഷനും അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ശക്തിക്ക് ഉതകുന്ന തരത്തിൽ ഇവിടെ നടത്തിപ്പോരുന്നു. 26-ാം തീയതി തൈപ്പൂയ മഹോത്സവത്തിൻ്റെ ദിവസം എല്ലമ്മനാർക്കയുടെ നേതൃത്വത്തിൽ ആണ്ടിയൂട്ട്, കാവടിയാട്ടം കൂടാതെ ഒട്ടനവധി കാര്യങ്ങൾ അന്ന് ഇവിടെ നടത്തപ്പെടുകയാണ്. 1-ാം തീയതി ശ്രീചക്രപൂജ, അതിനോടനുബന്ധിച്ച് രാവിലെ തൈപ്പൂയ മഹോത്സവമാണ്. അതിനോട് ബന്ധപ്പെട്ട ക്രിയകൾ അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ഈ ദിവസങ്ങളിലെല്ലാം നടത്തും. 26-ാം തീയതി 10,000-ഓളം അമ്മമാർ വന്ന് നാരായണ ജപം, ദേവി മഹാത്മ്യ ജപം അങ്ങനെ ഒട്ടനവധി കാര്യങ്ങളും ഇതിനോടൊപ്പം നടത്തുന്നു. 2-ാം തീയതി ഈ സകല ദേശത്തെ ദേവതകളെയും പൂജിക്കുന്ന ചടങ്ങും 3-ാം തീയതി യതീപൂജയും പരശുരാമ പൂജയും അന്നത്തെ നിളാരതിയോടുകൂടി ഈ ഒരു ചടങ്ങ് അവസാനിപ്പിക്കുകയാണ്. ഏതായാലും ഈ കേരളത്തിൻ്റെ ഒരു മധ്യബിന്ദുവായിരുന്നു ഈ തിരുനാവായ എന്നാണ് പുരാതന ചരിത്രങ്ങളിൽ നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഒരു കാലഘട്ടത്തിൽ രാജാക്കന്മാർ നിശ്ചയിച്ചിരുന്ന ഒരു വാൾപ്പറമ്പടക്കം ഇതിന് തൊട്ട് പിൻഭാഗത്തുള്ളൊരു സ്ഥലത്ത് ഉള്ളതായി നമുക്കറിയാം. ആ ഇത് അനുസരിച്ച് ഇവിടെ വെച്ച് രാജാക്കന്മാരെ നിശ്ചയിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് കേരള ഭരണത്തിൻ്റെ ഓരോ രാജാക്കന്മാർ പോയി ഭരിച്ചിരുന്നതും ആ ഒരു വർഷത്തെ വരവ് ചെലവുകളോ ഇല്ലെങ്കിൽ ഭരണ കാര്യങ്ങളോ നവാമുദനെ കേൾപ്പിക്കുക, അറിയിക്കുക എന്ന ചടങ്ങും ഇവിടെ വെച്ച് നടന്നിരുന്നു. ഏതായാലും ആ ഒരു പഴയ ചടങ്ങുകൾ അല്ലെങ്കിൽ ആ പഴയ സംസ്കാരങ്ങൾ എല്ലാം നമ്മൾ തിരികെ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് നമ്മൾ ഈ ചടങ്ങുകൾ ഇവിടെ നടത്തിപ്പോരുന്നത്. ഈ ഒരു ചടങ്ങിന് വളരെ വിശിഷ്യമായ വ്യക്തികളെല്ലാം പങ്കെടുക്കും എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരും എല്ലാവരും ഈ ഒരു മാഘമേളയിൽ പങ്കെടുത്ത് വൻ വിജയമായി തീർക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.